പാലക്കാട് BJPക്ക് വേണ്ടി വോട്ട് മറിക്കും, CPM വോട്ട് മറിക്കുക എന്നുള്ളത് അത് അങ്ങനെ നടക്കുമോ? സാധാരണ പ്രവർത്തകർക്ക് വലിയൊരു ചോദ്യം. എന്നിട്ട് പറഞ്ഞു, ഇപ്പൊ തൃശ്ശൂരിലെ തോൽവിയെ കുറിച്ച് പറയുന്നു, മുഖ്യമന്ത്രി പ്രതിരോധിക്കുന്നത് എങ്ങനെയാണ്? തൃശ്ശൂരിൽ പ്രതിരോധിക്കുന്നത് ഞങ്ങളെ വോട്ട് കുറഞ്ഞിട്ടില്ല, കോൺഗ്രസിന്റെ വോട്ട് പരിശോധിക്കും അല്ലെ? കോൺഗ്രസിന്റെ വോട്ട് എന്ന് പറയുന്നത് എക്കാലത്തും കോൺഗ്രസിന്റെ ഒരു 10-15% എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ അനുഭാവമുള്ള മനുഷ്യർ. ആ അനുഭാവികളെ സംബന്ധിച്ച് അവർ സ്ഥിരമായിട്ട് എന്താ പറയാ, അവരൊരു ഒരു ആടി ഒരഞ്ഞു നിൽക്കുന്ന ഒരു വിഭാഗമാണ്. അതേപോലെ ഒരു 5% CPM-നുള്ളത് അനുഭാവം. പക്ഷെ കോൺഗ്രസ് വരുമ്പോൾ 15%, ലീഗ് വരുമ്പോൾ ഏകദേശം 10-15% അനുഭാവം. അവർ ചെറിയ പൊളിറ്റിക്കൽ ആംഗിൾ നോക്കിയിട്ട്, എന്നാൽ ഈ പറയുന്ന കോൺഗ്രസിനോടും ലീഗിനോടും ഒക്കെ താല്പര്യമുള്ളവർ. പക്ഷെ അതിൽ CPM-ന്റെ കാര്യത്തിൽ വളരെ കുറവാണ്. അപ്പൊ പൂരം കളിക്കപ്പോൾ ആരാ വോട്ട് ചെയ്തത്? CPM-ന്റെ അനുഭാവികൾ CPM-ന് വോട്ട് ചെയ്തിട്ടില്ല. ഞങ്ങൾക്ക് പഴയ വോട്ടുണ്ട് തന്നെ എത്ര ലക്ഷം വോട്ടോടെ കൂടി, ആ കൂടി വോട്ടിന് വോട്ട് കിട്ടിയിട്ടില്ലല്ലോ. ആ വോട്ട് എങ്ങോട്ട് പോയി? BJPക്ക് പോയി. ഇനി കോൺഗ്രസിന്റെ അനുഭാവ വോട്ട് പോയി. അപ്പം കമ്മ്യൂണിസ്റ്റുകാരോട് വോട്ട് മാറ്റി ചെയ്യണമെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ചോദിച്ച ചോദ്യം വളരെ കറക്റ്റാ. പറയാൻ കഴിയില്ല. ബ്രാഞ്ച് അല്ലെങ്കിൽ ഒരു പാർട്ടി മെമ്പറോട് നിങ്ങൾ പോയിട്ട് നിങ്ങൾ BJPക്ക് വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് അറിയാൻ കഴിയില്ല. ഇവിടെ ഒരാളുടെ പറയാം, ഇപ്പൊ എവിടെ എത്ര വോട്ടാ വേണ്ടത്? ഇവിടെ 20,000 വോട്ടാ വേണ്ടത്. 10 പാർട്ടി കേഡറിനോട് പറഞ്ഞാൽ മതി, 5 പാർട്ടി കേഡറും ഭാര്യയും വോട്ട് ചെയ്താൽ മതി, BJP ജയിക്കും ഒരു വോട്ടില്. അത്ര നിസ്സാരമാണ്. ഇനി അവർക്ക് മക്കളുണ്ടെങ്കിൽ അതും ചെയ്യാം. 3 വോട്ടായാൽ എത്ര വോട്ട് ചെയ്യണം? ഒരു 3 സഖാക്കള് ആ കുടുംബത്തിൽ നിന്ന് ഉണ്ടായാലും എന്തായി? BJP ജയിച്ചു. അതവർ ഓർഗനൈസ് ചെയ്യും. അതേ ഓർഗനൈസ് ചെയ്യാൻ കഴിയുള്ളൂ. പറഞ്ഞത് DMK-യുമായുള്ള താങ്കൾ പറഞ്ഞത് തമിഴ്നാട് DMK-യുള്ള കോൺഗ്രസ് കൂട്ടുകെട്ടിനെ കുറിച്ച് ചോദ്യങ്ങൾ ചോദിച്ചപ്പോൾ അങ്ങനെ കൂട്ടുകെട്ട് ഇല്ല എന്നാണ് എനിക്ക് പറയുന്നത്. അയാളായിട്ട് പ്രസിഡന്റ് DMK-ന്റെ പ്രസിഡന്റ് മുമ്പിലായിട്ടുണ്ടോ? അല്ല, കേരളത്തിലെ DMK-യുടെ സെക്രട്ടറി വേറെ വ്യക്തിയാണ്, ഒരു കേസിനാണ്. താൽക്കാലിക ചുമതലയേറ്റോ? ഏറ്റിട്ട് അദ്ദേഹം പറയുകയാണെങ്കിൽ കറക്റ്റാ. എനിക്കറിയില്ല, എനിക്കറിയില്ല. താങ്കളുടെ പരാതിയിലെ വിജിലൻസ് അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, അതിൽ ഇന്ന് തിരുവനന്തപുരത്ത് ഹാജരാകുന്ന താങ്കൾ നൽകിയ വിവിധ പരാതികളിൽ മരമുറി അടക്കമുള്ള വിഷയങ്ങളിൽ അന്വേഷണം നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ മൊഴിയെടുക്കാൻ വേണ്ടി ഇന്ന് തിരുവനന്തപുരത്ത് കാണാൻ ആവശ്യപ്പെട്ടില്ല. എന്താ ഇന്ന് കഴിയില്ല. അപ്പൊ എന്താണ് ഇനി? പിന്നെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ട് കത്തുന്നുണ്ട്. പാർട്ടിന്നല്ല, പാർലമെന്ററി പാർട്ടിയിൽ നിന്ന് ആദ്യം എനിക്ക് നമ്മുടെ സീറ്റ്, നിങ്ങളുടെ ഇരിപ്പിടം ഇന്ന സ്ഥലത്ത് നിന്ന് പ്രതിപക്ഷ ബ്ലോക്ക് നിൽക്കുന്ന അതിന്റെ നമ്പറാണ് പ്രതിപക്ഷ ബ്ലോക്ക് എന്ന് പറയുന്നത്, അതിലേക്ക് മാറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യൻ എന്ന് കിട്ടിയത്. അപ്പൊ എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതിപക്ഷ ബ്ലോക്കിലേക്ക് എന്നെ മാറ്റിയത് എന്ന് ചോദിച്ചിട്ട് സ്പീക്കർക്ക് കത്ത് കൊടുക്കുന്നത് ഞാൻ നിങ്ങളോട് പറഞ്ഞാണ്. ഇന്നലെ അതിന്റെ മറുപടി വന്നു. ആ മറുപടിയിൽ പറഞ്ഞിരിക്കുന്നത് പാർലമെന്ററി പാർട്ടി ലീഡർ എന്ന് പറയുന്ന TP രാമകൃഷ്ണൻ MLA, അദ്ദേഹം നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് മാറ്റി എന്ന് പറഞ്ഞ് പാർലമെന്ററി പാർട്ടിയിൽ തന്നെ ഔദ്യോഗികമായി പുറത്താക്കി. അല്ല, ഈ സ്പീക്കർ ഇപ്പൊ വരുന്ന വാർത്ത താങ്കൾ സ്പീക്കർക്ക് ഒരു കത്ത് കൊടുത്തിരുന്നു. ഇപ്പൊ അങ്ങനെ താങ്കളുടെ ആവശ്യം പരിഗണിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് സ്പീക്കറുടെ സ്പീക്കർ ഓഫീസിൽ ഇരിപ്പിടം മാറ്റി നൽകാൻ കഴിയില്ല എന്നുള്ളത്. അൻവർ ആവശ്യപ്പെടുന്ന ഇരിപ്പിടം നൽകാനാവില്ലെന്ന്. ഏതെങ്കിലും ഒരു ഇരിപ്പിടം എനിക്കുണ്ടോ? ഞാൻ സത്യത്തിൽ നല്ല തോട്ടമുണ്ട് വാങ്ങിയിട്ടുണ്ട്. എവിടെയൊന്നും ഇരിക്കണ്ടേ? തോട്ടമുണ്ട് കൊണ്ടുപോണ്ട. ഓരോ പാർട്ടിയുടെയും പാർലമെന്റ് പാർട്ടി സെക്രട്ടറിമാര് കത്ത് കൊടുത്താൽ സ്വാഭാവികമല്ലേ? അതങ്ങനെയല്ലേ ചട്ടം? അത് ചെയ്യാം. എടുത്ത നടപടിയെ കുറിച്ച് നമുക്ക് പറയാം. ഇന്നലെ ആ കാര്യം തീരുമാനമാക്കുന്നത് പാലക്കാട് CPM ആണ്, BJPക്ക് വോട്ട് ചെയ്യാനും. ചേലക്കരയിൽ BJPയുടെ വോട്ട് CPM-ന് കൊടുക്കാനും കൃത്യമായ ധാരണയായിട്ടുണ്ട്. ആ ധാരണയുടെ അടിസ്ഥാനത്തിൽ ഇതിന്റെ ഉത്തരവാദിത്തം കൂടി ADGP അജിത് കുമാർ തന്നെയാണ് BJP നേതൃത്വവുമായി ദിവസങ്ങളായി സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അത് ജനങ്ങളിലേക്ക് ഇന്നലെ ചർച്ചയാവുക.
മഞ്ചേരി സമ്മേളനത്തിൽ ഈ കാര്യം ഞാൻ വിശദീകരിക്കുകയാണ്. സ്വാഭാവികമായും ഈ പറയുന്നതിന്റെ വസ്തുതയ്ക്ക് അടിവരയിടുക. അതാണ് ഇന്നലെ അങ്ങനെ ഒരു തീരുമാനം പെട്ടെന്ന് പൊടുന്നനെ ഉണ്ടായി. ഇനിയിപ്പോൾ ആ തീരുമാനം എന്താ? ഞാൻ ആദ്യം പറയുന്നത് 2024 ഏറ്റവും വലിയ തമാശയായിരിക്കും അത്. അത് തന്നെയാണ് സംഭവിച്ചത്. ഇതുപോലെയുള്ള ഒരു നൊട്ടോറിയസ് ക്രിമിനൽ ഈ പറയുന്ന DGP അടക്കമുള്ളവരെ ഭീഷണിപ്പെടുത്തുകയും കണ്ണുരുട്ടുകയും ചെയ്യുന്ന ഒരു ADGP അജിത് കുമാർ, അദ്ദേഹത്തിന്റെ സമകാലികരായിട്ട് ADGPമാർക്ക് എന്ത് ചെയ്യാൻ പറ്റും അദ്ദേഹത്തിന്? അപ്പൊ അദ്ദേഹം ആ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ ഇരിക്കുന്നിടത്തോളം കാലം പോലീസിന്റെ എല്ലാ ഭാഗങ്ങളും, അത് SSB ആയാലും ക്രൈംബ്രാഞ്ച് ആയാലും വിജിലൻസ് ആയാലും ഇന്റലിജൻസ് ആയാലും, ഈ ADGPമാരെ ഒക്കെ കണ്ണുരുട്ടി ഭീഷണിപ്പെടുത്തുന്ന മുഖ്യമന്ത്രിയുടെ, ഞാൻ ഇന്നലെ പറഞ്ഞല്ലോ, മന്ദപുത്രൻ എന്ന് പറയുന്ന ഗണത്തിൽപ്പെടുന്ന ഒരാളിനെതിരെ എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയാം? ഇപ്പൊ തന്നെ എന്താണ് DGP കൊടുത്ത റിപ്പോർട്ട്? മുഖ്യമന്ത്രി ഒരിക്കലും അങ്ങനെ റിപ്പോർട്ട് DGPയിൽ നിന്ന് വരും എന്ന് പ്രതീക്ഷിച്ചതല്ല. കാരണം ഈ ADGPയെ കഴിഞ്ഞ പത്രസമ്മേളനങ്ങളിലൊക്കെ ഈ അന്വേഷണത്തിന് ഉത്തരവിട്ട് കഴിഞ്ഞതിന് ശേഷം മുഖ്യമന്ത്രി പത്രക്കാരെ കണ്ടപ്പോഴൊക്കെ തന്നെ ഒളിഞ്ഞും തെളിഞ്ഞും ADGPയെ വെള്ളപൂശിയിട്ടുണ്ട്. അങ്ങനെ വെള്ളപൂശിയ ഉദ്യോഗസ്ഥനെതിരെ മുഖ്യമന്ത്രിയുടെ നിലപാട് അതാണ് എന്ന് വ്യക്തമാക്കിയതിനു ശേഷം ഒരു DGPയിൽ നിന്ന്, സ്റ്റേറ്റ് പോലീസ് ചീഫിൽ നിന്ന് അജിത് കുമാറിനെതിരെ ഇങ്ങനെ ഒരു റിപ്പോർട്ട് വരുന്ന ഒരിക്കലും കരുതിയിട്ടില്ല. അദ്ദേഹത്തിനോട് ആത്മവിശ്വാസം. പക്ഷേ DGP കൃത്യമായ റിപ്പോർട്ട് കൊടുത്തു. ആ റിപ്പോർട്ടിൽ പറയുന്നത് നമ്മുടെ അദ്ദേഹത്തിന്റെ സ്വത്ത് സമ്പാദനം അടക്കമുള്ളതിൽ സൂചിപ്പിക്കുന്നുണ്ട്. അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തണമെന്നാണ്. ആ സസ്പെൻഡ് ചെയ്ത് പുറത്തു നിർത്തണം എന്ന് പറഞ്ഞ അദ്ദേഹത്തിന്റെ റെക്കമെൻഡേഷൻ അവിടെ മാറ്റിവെച്ചുകൊണ്ട് കേരളത്തിലെ ജനങ്ങളെ കണ്ണിൽ പൊടിയിടാനുള്ള ഒരു തീരുമാനത്തിന് അപ്പുറമില്ല. എന്ത് CPI എന്നെ കുറിച്ച് ഇപ്പോഴെന്താ പറയുന്നത്? ഭയങ്കര ആഹ്ലാദ ഭരിതരാണ് CPI. CPI നേതൃത്വത്തിലെ സാധാരണക്കാരായ നേതാക്കളോട് നിങ്ങൾ സംസാരിച്ചു നോക്കണം. എന്തുകൊണ്ട് അവരിൽ തൃപ്തരായി? ഉരം കലക്കിയത് കൊണ്ട് ഏറ്റവും വലിയ നഷ്ടമുണ്ടായ പാർട്ടി ആരാ? CPM ആണ്. നിങ്ങൾ സുനിൽകുമാറിനോട്, അവിടെ സ്ഥാനാർത്ഥിയായ സുനിൽകുമാറിനോട് നിങ്ങളൊന്നും സ്വകാര്യമായി ചോദിച്ചു, അദ്ദേഹം പബ്ലിക്കായി പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു പക്ഷെ പറഞ്ഞേക്കാം, അദ്ദേഹം ഇതിൽ തൃപ്തനാണെന്ന് ചോദിക്കും. CPIയുടെ നേതൃത്വം, പ്രവർത്തകരും തൃപ്തരല്ല. പലരും ഇന്നലെ രാത്രി ഞാൻ സംസാരിക്കുമ്പോൾ എൻ്റെ അതേ മാനസികാവസ്ഥയാണുള്ളത്. അവർ പറയുന്നത് ഞങ്ങൾ എന്ത് ചെയ്യും, ഞങ്ങൾക്ക് പുറത്തു പറയാൻ വയ്യല്ലോ. അപ്പൊ ഒന്നും പുറത്തു പറയാൻ കഴിയാത്ത ഒരു കാര്യരൂപിന്റെ ഉള്ളിലാണ് ഈ കാര്യങ്ങളുള്ളത്. താങ്കളുടെ പക്ഷേ ഫേസ്ബുക്ക് പോസ്റ്റ്, താങ്കൾ അതേ പറയുന്നത് കസേരകളെയാണ്, പക്ഷേ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഒരു വലിയൊരു ഊർജം അതിൽ കാണുന്നുണ്ടല്ലോ. തൊപ്പി ഊരിക്കുമെന്ന് പറഞ്ഞാൽ CMA പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റ്. അല്ല, തൊപ്പി ഊരിക്കുമെന്ന് പറഞ്ഞാൽ തൊപ്പി എടുത്തിട്ടേ ഉള്ളൂ. തൊപ്പി താഴെ വെക്കണം. പോലീസുകാരെ തൊപ്പി ഊരി കൈ പിടിക്കുമല്ലോ, തലയൊക്കെ ചൂടാവും. അത്രയും സംഭവിച്ചിട്ടുള്ളൂ. തൊപ്പി ഊരിയിട്ടേ ഉള്ളൂ. ആ തൊപ്പി അടക്കം എടുത്ത് അവനെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സിന്റെ പുറത്തേക്ക് കളയണം. ആ നിലപാടിന് ഒരു മാറ്റമില്ല. ആ പോരാട്ടമായിട്ടൊന്നും മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും അതാണ് റെക്കമെൻഡ് ചെയ്ത് അദ്ദേഹം കൊടുത്തിരുന്നത്. ഇന്ത്യയിൽ അദ്ദേഹത്തിന്റെ മുകളിൽ 554,079 വോട്ടാണ് എന്ന് പറഞ്ഞാൽ 38.6%. ഈ ശ്രീധരൻ BJPയുടെ സ്ഥാനാർത്ഥി 50,220 വോട്ട് എന്ന് പറഞ്ഞാൽ 35.34. അപ്പോ ആകെയുള്ള വ്യത്യാസം എന്ന് പറയുന്നത് 3,000-ന് അടുത്ത് വോട്ടാണ്. 2.72% വോട്ടിന്റെ വ്യത്യാസമേ ഉള്ളൂ. പ്രമോദന് കിട്ടിയത് 36,430 CPM-ന്റെ. BJPയെക്കാളും 14,787 വോട്ടിന് താഴെയാണ് BJPയുടെ സ്ഥാനാർത്ഥിയായിട്ടുള്ള പ്രമോദ്. അപ്പോ എന്താ ഇതിൽ മനസ്സിലാക്കേണ്ടത്? 2000 വോട്ട് ഈ പറയുന്ന BJPയിൽ നിന്ന്, CPM-ൽ നിന്ന് BJPയുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയാൽ അവിടെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി, വരാവുന്ന സ്ഥാനാർത്ഥി തോൽക്കും. ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2000 വോട്ട് എന്താ? ഒന്നുമല്ല. ഏകദേശം 200 ബൂത്ത് ഉണ്ടാവും. ആവറേജ് 200 ബൂത്തിൽ 10 വോട്ട് പറഞ്ഞാൽ മതി.
10 മാറ്റി പറഞ്ഞാൽ BJPക്ക് സ്ഥാനാർത്ഥിയായി. ഇപ്പൊ തന്നെ നിങ്ങൾ സ്ഥാനാർത്ഥി നിർണ്ണയം പരിശോധിച്ച് നോക്കൂ. CPMന്റെ ലോക്കൽ ആരെങ്കിലും മത്സരിക്കണം, ഒരു ശക്തനായ സ്ഥാനാർത്ഥി വേണമെന്നല്ല. അപ്പോ ഒരു അഡ്ജസ്റ്റ്മെന്റ് രാഷ്ട്രീയം കൃത്യമായും BJPയുമായി ഉണ്ടാക്കിയ കരാർ, ആ കരാർ തന്നെ BJPയുടെ ഒരു വളരെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവ് കഴിഞ്ഞ ഒരു 1-2 മാസങ്ങൾക്ക് മുമ്പ് ട്രെയിനിൽ പോകുന്നതിന്റെ കൂടെ ഉണ്ടായിരുന്നു. ഒരു ബോഗിയിലെങ്ങനെ യാത്ര ചെയ്തു. അപ്പം കേരളത്തിലെ രാഷ്ട്രീയം ഇങ്ങനെ സംസാരിക്കുന്നു. അവർക്കൊക്കെ കൃത്യമായ ധാരണ ഉണ്ട്. അവരെന്താ പറഞ്ഞത്? അദ്ദേഹം എന്താ പറഞ്ഞത്? ഞങ്ങൾ 2036 ഭരണത്തിൽ കയറാൻ ഉദ്ദേശിക്കുന്നത്. ഒരു പക്ഷേ 2031, 2026, 2026 തെരഞ്ഞെടുപ്പിൽ അവർ ലക്ഷ്യം വെക്കുന്നത് 25 സീറ്റുണ്ടോ 35 സീറ്റാണ്. അത് ഞങ്ങൾ നേടുമെന്ന് തന്നെ പറയുന്നത്. അത് കഴിഞ്ഞു വരുന്ന അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഇനി ഒരു 7 കൊല്ലം കഴിഞ്ഞ് നടക്കേണ്ട 2031 തെരഞ്ഞെടുപ്പിൽ അവർ അധികാരത്തിൽ വരുന്നവർ. അതാണ് നമ്മുടെ സ്ട്രാറ്റജി. ഇപ്പൊ മുഖ്യമന്ത്രി എടുക്കുന്ന നിലപാടും പാർട്ടി എടുക്കുന്ന നിലപാടും പരിശോധിച്ച് നോക്കിയാൽ നമുക്ക് ഏകദേശം അത് കാണാൻ കഴിയും. BJPയെ അറ്റാക്ക് ചെയ്യാതെ BJPയുമായി താതാത്മ്യം പ്രാപിച്ചുകൊണ്ട് മുസ്ലിം വിരുദ്ധത നിൽക്കാതെ സൂചിപ്പിച്ചുകൊണ്ട് മലബാറിനെ കുറിച്ചും മലപ്പുറത്തെ കുറിച്ചും ആവർത്തിച്ച് പറഞ്ഞുകൊണ്ട് മുസ്ലിം വിഭാഗത്തിനെ പൂർണ്ണമായും തള്ളിക്കൊണ്ട് നാളെ BJPയുമായി ഒരു രാഷ്ട്രീയ ബാന്ധവത്തിലേക്ക് ഈ സംവിധാനം പോകുന്നു എന്നതിന്റെ ഏറ്റവും വലിയ സൂചനകളാണ് ഈ തൃശ്ശൂരും ഇപ്പൊ വരാൻ പോകുന്ന പാലക്കാട്. അപ്പൊ അടുത്ത തെരഞ്ഞെടുപ്പിൽ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ് ഉണ്ടാവും. ഇത് പാലക്കാട് കാണാം. ഈ ധാരണ പോലെ തന്നെ 2026 നടക്കുന്ന കേരളത്തിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 10-30 സീറ്റ് BJPക്ക് നൽകിക്കൊണ്ട് പ്രത്യക്ഷമല്ല പരോക്ഷമായി ഇതേപോലെയുള്ള അണ്ടർഗ്രൗണ്ട് ഓപ്പറേഷൻസിലൂടെ BJPയെ ഈ പറയുന്ന 10-25 സീറ്റിൽ ജയിപ്പിക്കുന്ന കാര്യത്തിൽ തർക്കമില്ല. അതാണ് പൊളിറ്റിക്സ്. അതുകൊണ്ടാണ് കേരളം മുഴുവൻ ആവർത്തിച്ച് പറഞ്ഞിട്ട് ഈ അജിത് കുമാറിനെതിരെ ഒരു നടപടിയും എടുക്കാത്തത്, മുഖ്യമന്ത്രിക്ക് പറഞ്ഞിട്ടുണ്ടാവാത്തത്. ഗോവിന്ദ മാഷ് നിങ്ങൾ എന്ത് ചോദിച്ചാലും മുഴുവനെ പിടിച്ച പോലെ വഴുതി പോകുന്നത്. അപ്പൊ ഇതൊക്കെയാണ് രാഷ്ട്രീയം. ഈ രാഷ്ട്രീയം കേരള ജനത തിരിച്ചറിയേണ്ടത്. ഇവിടെയാണ് ഈ പൊളിറ്റിക്കൽ നെക്സസ്. ഇതൊരു വലിയ നെക്സസ് ആണ്. ഈ നെക്സസിന്റെ ദുരന്തം കേരളം അനുഭവിക്കാൻ പോവുകയാണ്. അവിടെയാണ് DMK എന്ന് പറയുന്ന ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഓഫ് കേരളയുടെ പ്രാധാന്യം ഉൾക്കൊള്ളുന്നത്. നിങ്ങൾ കണ്ടല്ലോ, ഞാനൊരു വ്യക്തി മാത്രമാണല്ലോ. ഇന്നലെ നടത്തിയ സമ്മേളനം ഒരു പോസ്റ്റർ അൽസലാമ ഐ ഹോസ്പിറ്റൽ 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി. ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ, എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ. അൽസലാമ ഐ ഹോസ്പിറ്റൽ, ഹോസ്പിറ്റൽ റോഡ്, പെരിന്തൽമണ്ണ.